ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് 8ാമത്തെ ചാപ്റ്ററാണ്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്ററിലെ പേജ് വൈസ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് 1, 2, 3ലെ പ്രോബ്ലംസ് ആണ്. സിംപ്ലിഫൈ ദ ഫ്രാക്ഷൻസ് ബിലോ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 27 ഡിവൈഡഡ് ബൈ 243. അപ്പോൾ നമ്മൾ 27നെ ഫാക്ടറൈസ് ചെയ്യാണ്. 27 ഡിവൈഡഡ് ബൈ 3, അപ്പോൾ നമുക്ക് 9 കിട്ടും. 9 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഇനി അടുത്തത് 243 ആണ്. 243നെ നമ്മൾ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് 81 കിട്ടും. ഓക്കെ, 81 ഡിവൈഡഡ് ബൈ 3 27. 27 ഡിവൈഡഡ് ബൈ 3 9. 9 ഡിവൈഡഡ് ബൈ 3 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 27 ഈക്വൽ ടു നമുക്ക് എത്ര 3 ആണ് കിട്ടിയത്? 3 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 റൈസ് ടു 3 ദാറ്റ് ഈസ് 3 ക്യൂബ്. ഇനി അടുത്തത് 243യും നമ്മൾ അതേപോലെ എഴുതുക. 243 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 5 3 ഉണ്ടല്ലേ. അപ്പോൾ 3 റൈസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 27 ഡിവൈഡഡ് ബൈ 243 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ക്യൂബ് അല്ലെ 3 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 5. ഓക്കെ, അപ്പോൾ 3 റേസ് ടു 3 ഇവിടെ ഉണ്ട്. ഈ 3 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 3 റേസ് ടു 3 അതിനെ മാച്ച് ചെയ്ത പോലെ ചെയ്യുക. 3 റേസ് ടു 3 വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്രയാണ്? 2 ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ. 5 ആണ് എക്സ്പോണൻറ്റ്. ഇവിടെ 3 കിട്ടി. 3 മൈനസ് ചെയ്തിൻ്റെ ബാക്കി നമുക്ക് 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 റേസ് ടു 3 അതിനെ നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എഴുതാണ് 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2. ഈ 3 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 3 റേസ് ടു 3 ബൈ 3 റേസ് ടു 3 ഇൻറ്റു 1 ബൈ 3 സ്ക്വയർ അല്ലേ. 3 റേസ് ടു 3 ബൈ 3 ക്യൂബ് ഇൻറ്റു 1 ബൈ 3 സ്ക്വയർ. ഇപ്പോൾ ഇവിടെ 3 റേസ് ടു 3 അതാണ് ഇത്. ഇനി ഇവിടെ ആണല്ലോ 3 സ്ക്വയർ ഉള്ളത്. ഇതിന് നമ്മൾ മേലെ 1 ഇട്ട് കൊടുത്തു. 1 ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്താണ് ഇവിടെ കാണുന്ന 3 സ്ക്വയർ. 1 ബൈ 3 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ അറിയാം 3 ക്യൂബ് ബൈ 3 ക്യൂബ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 ഇൻറ്റു 1 ബൈ 3 സ്ക്വയർ അതായത് 1 ബൈ 3 സ്ക്വയർ. 1 ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ 9 ആണ്. 1 ബൈ 9. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇത് മാത്രമേ ഉള്ളൂ. 3 ക്യൂബ് 3 റേസ് ടു 5. അപ്പോൾ 3 റേസ് ടു 5 എന്ന് പറയുന്നത് 3 ക്യൂബ് ഇൻറ്റു 3 2. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. 3 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ അങ്ങനെ 3 സ്ക്വയർ എന്ന് പറയില്ല. 1 ബൈ 3 സ്ക്വയർ എന്നാണ് പറയുക. ഓക്കെ, 1 ബൈ 3 സ്ക്വയർ ദാറ്റ് ഈസ് 1 ബൈ 9. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 125 ഡിവൈഡഡ് ബൈ 3125. ഇതും നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. 125 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 25. 25 ഡിവൈഡഡ് ബൈ 5 5 ബൈ 5 1. ഓക്കെ, ഇനി 3125 നമ്മൾ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാണ്. 5ൽ 6 5 30 അല്ലേ. 6 പിന്നെ 12ൽ 2 പിന്നെ ആ 2 ബാലൻസിൽ ഇങ്ങോട്ട് കൊടുത്ത് 25 അതിൽ 5. അപ്പോൾ 625. 625നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 125 കിട്ടി. അഗെയിൻ 5 25 കിട്ടി. അഗെയിൻ 5 കിട്ടി. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി നമ്മൾ ഇത് എഴുതാണ്. 125 ഈക്വൽ ടു എത്ര 5 ഉണ്ട്? 3 5 ആണുള്ളത്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 5 ക്യൂബ്. ഇനി 3125 എന്ന് പറയുന്നത് 1 2 3 4 5 5 5 ആണുള്ളത്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു ദാറ്റ് ഈസ് 5 റേസ് ടു 5. ഇനി നമ്മൾ 125 ഡിവൈഡഡ് ബൈ 3125 അത് നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 3 ബൈ 5 റേസ് ടു 5. ഓക്കെ, ഇനി നമ്മൾ 5 റേസ് ടു 5നെ നമ്മൾ പിരിച്ചെഴുതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി 5 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 2. അതായത് ഇതിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5/5 എന്ന് നമുക്കെന്താ 5/4 ഇൻറ്റു 5/1 എന്ന് പറഞ്ഞാലും ഇതാണ്. പക്ഷെ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമ്മൾ 5ഉം 5ഉം കട്ട് ചെയ്തു. അപ്പോൾ 1 കിട്ടി. 1 ഇൻറ്റു 1/5². 1/5² എന്ന് പറയുന്നത് 1/25. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 64. 48 ഡിവൈഡഡ് ബൈ 64 ആണ്. അപ്പം നമ്മൾ 48നെ ഫാക്ടറൈസ് ചെയ്യാണ്. 2 48ൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതെന്താണ് പകുതിയാണല്ലേ. 48ൻ്റെ പകുതി 24. 24 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 12. 12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 6. 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് കിട്ടിയ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്. അപ്പോൾ എത്ര 2 ഉണ്ട്? 1 2 3 4 4 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ 2⁴ ഇൻറ്റു 3 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് 64 ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 32 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 16. 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 8. 8 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 4. 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2. 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 1. ഇനി നമ്മൾ 64ൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 2 6 ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതി 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2⁻6. ഇനി നമ്മൾ എഴുതേണ്ടത് 48 ഡിവൈഡഡ് ബൈ 64. അപ്പോൾ 2⁴. ഇവിടെ 2⁴ മാത്രമല്ല, ഇവിടെ 3ഉം ഉണ്ട്. അപ്പോൾ 2⁴ ഇൻറ്റു 3 പിന്നെ ഡിവൈഡഡ് ബൈ 2⁻6. ഇതിനെ നമ്മൾ 2⁴ ബേസ് ചെയ്ത് നമ്മൾ എഴുതി 2⁴. അപ്പോൾ ഇവിടെ നമ്മൾ 2⁴ ആണ്, 2�6 ആണ്. അപ്പോൾ 2⁴ ബേസ് ചെയ്ത് എഴുതി 2⁴ ഇൻറ്റു 2⁻². അപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ 2⁴ഉം 2⁴ഉം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഉള്ളത് 3/2². 3/2² എന്ന് പറയുന്നത് 3/4. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 3/4. ഇനി നെക്സ്റ്റ് നമുക്ക് 54/81 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 54നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. 2 കൊണ്ട് ആദ്യം ചെയ്തു. ദാറ്റ് ഈസ് 27. 27 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 9. 9 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഇനി 81നെ ചെയ്യാണ്. 81 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 27. 27 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 9. 9 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3. 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഇനി നമ്മൾ ഇങ്ങനെ എഴുതാണ് 54 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3⁻³ 3⁻³ ദാറ്റ് ഈസ് 3³ ഇനി 81 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3⁻4. ഓക്കെ, ഇനി 54/81 അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3³ 2 ഇൻറ്റു 3³ ഇവിടെ 3⁻4 എന്ന് എഴുതാം. ഇനി 2 ഇൻറ്റു 3³ എഴുതി. ഇനി 3⁻4നെ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 3⁻3 ഇൻറ്റു ബാലൻസ് 3⁻1. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ബാലൻസ് എടുക്കുന്നത് 2/3⁻1. 2/3⁻1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പ്രോബ്ലംസാണ് 123ലുള്ളത്. അപ്പം നമ്മൾ 4 ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ചിലവർക്ക് മനസ്സിലാവാതിരിക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ മനസ്സിലാത്തവർ ഒന്നുകൂടി കാണുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ വേറെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതേപോലെ തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ മാത്സ് മാത്രമല്ല, ഇംഗ്ലീഷ്, പിന്നെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മലയാളം, ഫാത്തിമ തുരുത്ത്, കിണറ്റ് വീണ പൂച്ചയെ കയറ്റാം. പിന്നെ അതേപോലെ തന്നെ പുതിയൊരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.